ാകുന്ന സംഭവങ്ങൾ കിട്ടുക, നാക്കിനടി വെച്ചിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. മലപ്പുറം ജില്ലയിൽ ഈ അടുത്തല്ലായിരുന്നോ ഒരു സ്കൂൾ കേന്ദ്രമായിട്ട് പഠനം നടത്തിയപ്പോഴത്തേക്ക് ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങുക. ഒരുമിച്ച് ഒരു ബെഞ്ചിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ തൂക്കമാണ്. ഉറക്കമല്ല എന്ന് മനസ്സിലാക്കി, ഇവർക്ക് ഇങ്ങനെ ആടലും കൂടലും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ടീച്ചർ ശരിക്കൊന്ന് പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കാലിന്റെ അടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് രക്തം ഇങ്ങനെ സ്വല്പം ഇങ്ങനെ കനിയുന്ന സമയത്ത് അതിലേക്ക് കഞ്ചാവ് വെച്ച് പാൻപരാഗൻ പോലെയുള്ള സംഭവങ്ങൾ ഞെരിച്ചല്ല കൈകൊണ്ട് നല്ല മയപ്പെടുത്തിയിട്ട് അതിങ്ങനെ കാലിനടി ചേർത്ത് വെച്ചിട്ട് ഷോക്സ് നല്ലതുപോലെ ഇട്ടിട്ട് ഷൂവും കൂടെ ഇടുമ്പോൾ നല്ല റാഹത്ത്. കാരണം ഈ രക്തത്തിൻ്റെ ഇതിലോട്ട് അങ്ങോട്ട് കലർന്നിട്ട് തലയിൽ വരെ അതിൻ്റെ അംശത്വം. ഈ കാലിനടി ഭാഗവും തലയും നല്ല ബന്ധമാണല്ലോ, കണക്ഷനാണ്. അപ്പോൾ നല്ല സുഖം. ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ A+B² M നല്ല റാഹത്തായിട്ടുണ്ട്, നല്ല തിരിയും. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ സംഭവിച്ചല്ലേ, നമ്മളിത് വെറുതെ പറയല്ലോ, സംഭവം പത്രത്തിൽ വന്ന വാർത്തകളല്ലേ. ഇതൊക്കെ പിടിക്കപ്പെട്ടത് ആരാ? മുസ്ലിം വിദ്യാർത്ഥിനികൾ. 9-ലെത്തിയിട്ടുള്ളൂ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം മക്കളാണ്. അപ്പൊ വലിയ നിസ്കാരക്കാരനാ, ഉമ്മ വലിയ ദാക്കിറത്താൻ, ആബിദത്താൻ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കമ്മലൂരി കൊടുക്കുന്ന സഹോദരിമാരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്, നിരാലംബർക്ക് അവലംബരാകുന്നവരാണ്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരാണ്. വാപ്പക്ക് അബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്ന പിതാവാ. പക്ഷെ മക്കളെ പിഴച്ചുപോയി. ഇതാണ് സമൂഹം, നമ്മുടെ മക്കളുടെ അവസ്ഥ ഇവിടെ എത്തിയിരിക്കുക. നമ്മൾ കരുതും മക്കളൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല സാലിഹ്യങ്ങളാണെന്ന് കരുതും. നമ്മൾ നോക്കുന്നുണ്ടല്ലോ, എവിടെ നോക്കുന്നുണ്ടെന്ന്. ഇതെവിടുന്ന് ഇതിന് മാത്രം പൈസ? കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ വലിയ പതക്ക പോലത്തെ സാധനം ഇരിക്കുക, സ്ലേറ്റ് പോലത്തെ സാധനം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതാ എവിടുന്ന പൈസ എന്ന് വാപ്പായും ഉമ്മ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ മക്കളോട്? ചോദിക്കൂല. ഇതവനെ എവിടുന്നെങ്കിലും കിട്ടി, വാപ്പാടെ പോക്കറ്റിൽ നിന്ന് അടിച്ചാണോ ഉമ്മയുടെ കമ്മല് കൊണ്ട വിറ്റിയാണോ, ഇതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല. ആരും അത് ചോദിക്കുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. മക്കളിങ്ങനെ പിഴച്ചുകൊണ്ടിരിക്കുക.